Okay, we have discussed until phenotypic methods. So there are certain limitations. For phenotypic methods എന്ന് പറയുമ്പോൾ സൈസ്, ഷേപ്പ്, സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് ഇതിന്റെ ബേസിലാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ചില ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കപ്പാസിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ടു ആൾട്ടർ ദ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷൻ, മൈക്രോ ഓർഗാനിസത്തിന്റെ ജീൻ എക്സ്പ്രഷൻ എപ്പോൾ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാം. അത് ഒന്നുകിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യും, ഓർ ഇറ്റ് മേ ഒക്കർ ഇൻ റെസ്പോൺസ് ടു എൻവയൺമെന്റൽ സ്റ്റിമുലൈ. എൻവയൺമെന്റ് എന്നുള്ള സ്റ്റിമുലൈ കൊണ്ടും ചില ജീനുകളുടെ എക്സ്പ്രഷൻ ഓൾട്ടർ ചെയ്യാം. അതൊരു ലിമിറ്റേഷൻ. അതുപോലെ തന്നെ ചില ഓർഗാനിസംസ് ജനറ്റിക്കലി ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിലും ദിസ് മേ ഹാവ് ക്വൈറ്റ് ഡിസ്റ്റിങ് ഫീനോടൈപ്പ് or phenotypic properties when they are growing under different conditions. Then another important limitation is point mutations that may not bring considerable change in genotype that can result in abnormal regulation or function responsible for a particular phenotype. അതായത് ചില പോയിന്റ് മ്യൂട്ടേഷൻസ് ഫീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ചില സ്ട്രെയിൻസ്, അതായത് ലാർജ് ഫ്രാക്ഷൻ ഓഫ് സ്ട്രെയിൻസ് ആർ അൺടൈപ്പബിൾ. എല്ലാ സ്ട്രെയിൻസും നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. So these are some of the limiting properties coming under phenotypic methods. Next is about biotyping. So we can discuss each method. First one is biotyping. The biotyping, it makes use of the pattern of metabolic activities expressed by the isolate. അതായത് ഒരു ഐസൊലേറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ കോളനി മോർഫോളജി ആൻഡ് ഓൾസോ എൻവയൺമെന്റൽ ടോളറൻസ്, ഇതെല്ലാം വരുന്നതാണ് ബയോടൈപ്പിംഗ്. സോ സ്ട്രെയിൻസ് ആർ റെഫേർഡ് ആസ് ബയോടൈപ്സ്. ഇപ്പൊ ബയോടൈപ്പിംഗ് നമുക്ക് മാനുവലിയും പെർഫോം ചെയ്യാം, ഓർ ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴിയും പെർഫോം ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ് ബയോടൈപ്പിംഗ് മെത്തേഡ്സ് നോക്കാം. ഷുഗർ ഫെർമെന്റേഷൻ, അമിനോ ആസിഡ് ഡീകാർബോക്സിലേഷൻ ഓർ ഡീഅമിനേഷൻ, standard enzymatic tests such as Imbic reaction, citrate utilization test, urease hydrolysis test, pH tolerance to pH, chemicals and dyes, hydrolysis of compounds, heme agglutination or hemolysis. ഇത്തരം ക്യാരക്ടേഴ്സ് ആണ് എക്സാമ്പിൾസ് ഫോർ ബയോടൈപ്പിംഗ് മെത്തേഡ്സിന് വരുന്നത്. അപ്പൊ ബയോടൈപ്പിംഗ് ഇത്തരം, അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. യൂസ് ദ പാറ്റേൺ ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എക്സിബിറ്റഡ് ബൈ ദ ഐസൊലേറ്റ്. ഇത്തരം മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ബയോടൈപ്പിംഗ്. അഡ്വാൻറ്റേജസ്, അപ്പൊ ഇതിൽ മോസ്റ്റ് സ്ട്രെയിൻസ് ആർ ടൈപ്പബിൾ, ടെക്നിക്സ് ആർ റീപ്രൊഡ്യൂസബിൾ വിത്ത് റിലേറ്റീവ്ലി ഈസ് ഇൻ പെർഫോമൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. പെട്ടെന്ന് നമുക്ക് പെർഫോം ചെയ്യാനും സാധിക്കും, ഇന്റർപ്രറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷെ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ദേ ഹാവ് പുവർ ഡിസ്ക്രിമിനേറ്റീവ് പവർ and also some variation in their gene expression. It is the most common reason for the isolates that represent single strain to differ in one or more biochemical reaction. ചില സ്ട്രെയിൻസ് ഒരേ സ്പീഷീസിൽ വരുന്നതാണെങ്കിലും ചില സ്ട്രെയിൻസ് ബയോകെമിക്കൽ റിയാക്ഷൻസിൽ വ്യത്യാസം കാണിക്കാം as a result of the variation in the gene expression. Okay. ദെൻ പോയിന്റ് മ്യൂട്ടേഷൻ, അതായത് ഒരേ സ്ട്രെയിനിൽ വരുന്ന ഓർഗാനിസംസ് വരെ ജീൻ എക്സ്പ്രഷന് ചേഞ്ച് വരുത്താം. ദെൻ പോയിന്റ് മ്യൂട്ടേഷനും അതും ഒരു പ്രോബ്ലം ആണ്. ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദിസ് പ്രോബ്ലം. സോ ദിസ് ഈസ് മെയിൻലി ദ മെത്തേഡ് യൂസ്ഡ് ഇൻ ബയോടൈപ്പിംഗ്. ഓട്ടോമേറ്റഡ് മെത്തേഡ് ആണ് ഇത് കേട്ടോ. ഇതിന്റെ ബേസിലും, അതായത് ബയോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് ലാക്ടോസ് ഫെർമെന്റേഷൻ ആണ്. ഇഫ് ദേ ആർ ഫെർമെന്റ്, അതിന്റെ ബേസിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇഫ് ദേ ആർ ഫെർമെന്റിങ് ലാക്ടോസ്, ദെൻ അപ്പൊ പിന്നെ അവര് ലാക്ടോസ് ഫെർമെന്റേഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ക്യാൻ ദേ യൂസ് സിട്രിക് ആസിഡ് ആസ് സോൾ കാർബൺ സോഴ്സ്. അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നോക്കും. സിട്രിക് ആസിഡ് സോൾ കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സാൽമോണല്ല. ഇഫ് ഇറ്റ് ഈസ് നോ, ദെൻ ഷിജല്ല. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ലാക്ടോസ് നോൺ ഫെർമെന്ററിന്റെ കേസാണിത്. ലാക്ടോസ് ഫെർമെന്റിങ് ആകുമ്പോൾ അപ്പോഴും ഡിഫറൻസ് വരും. സിട്രേറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ലാക്ടോസ് ഫെർമെന്റർ ഏതാണ്? സിട്രേറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന
സിട്രേറ്റ് യൂട്ടിലൈസ് ചെയ്യാത്ത ലാക്ടോസ് ഫെർമെന്റർ ആണ് ഈക്കോളൈ. സിട്രേറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ലാക്ടോസ് ഫെർമെന്ററിൽ വേറെ ഡു ദേ പ്രൊഡ്യൂസ് അസിറ്റോയിൻ എന്നായിരിക്കും. അപ്പൊ അസിറ്റോയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് VP ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കുന്ന ആരാന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ VP ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എൻട്രോബാക്ടർ, നെഗറ്റീവ് ആണെങ്കിൽ സിട്രോബാക്ടർ. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദിസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ വിച്ച് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് വി ആർ യൂസിങ് ഇൻ ബയോടൈപ്പിംഗ് ബേസ്ഡ് ഓൺ ചെക്കിംഗ് ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഇത് മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ബയോവാർ. So biovar is a term for the variance within the species. ഇതിന്റെ ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെന്റ് വേരിയൻസ് വരാം, അതിന് നമ്മൾ ബയോവാർ എന്ന് വിളിക്കാം. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി, സോ ബയോവാറിന്റെ അനദർ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ വേരിയന്റ് പ്രൊകാരിയോട്ടിക് സ്ട്രെയിൻ ദാറ്റ് ഡിഫേഴ്സ് ഫിസിയോളജിക്കലി ഓർ ബയോകെമിക്കലി ഫ്രം അതർ സ്ട്രെയിൻസ് ഇൻ എ പർട്ടിക്കുലർ സ്പീഷീസ്. അപ്പൊ ബയോവാർ എന്നും പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് typing is based on zerovar, that is serotyping. So it is based on the fact that strains of same species can differ in their antigenic determinants. അതായത് ഒരേ സ്പീഷീസിൽ വരുന്ന ഡിഫറെന്റ് സ്ട്രെയിൻസിന്റെ സർഫസിൽ കാണുന്ന ആന്റിജനിക് ഡിറ്റർമിനൻസ് ഡിഫറെന്റ് ആവാം, വിച്ച് ആർ എക്സ്പ്രസ്, അതായത് അവരുടെ സെൽ സർഫസിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആന്റിജനിക് ഡിറ്റർമിനൻസ് ഡിഫറെന്റ് ആവാം. അപ്പൊ അതിന്റെ ബേസിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് സീറോടൈപ്പിംഗ്. സർഫസ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? സച്ച് ആസ് ലിപ്പോപോളിസാക്കറൈഡ്സ്, മെംബ്രെയിൻ പ്രോട്ടീൻസ്, ക്യാപ്സുലാർ പോളിസാക്കറൈഡ്സ്, ഫ്ലജെല്ല, ഫിംബ്രിയെ. They may exhibit antigenic variations. So the strains differentiated by the antigenic differences are known as serotypes. So the serotypes are used in several gram-negative and gram-positive bacteria. ഇതിലൊക്കെ സീറോടൈപ്പിംഗ് ചെയ്യാറുണ്ട്. അത് എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യാറ്? യൂസിങ് സെവറൽ സീറോളജിക്കൽ ടെസ്റ്റ് സച്ച് ആസ് ബാക്ടീരിയൽ അഗ്ലൂട്ടിനേഷൻ, ഇതൊക്കെ നമുക്കറിയാം, ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ, കോ അഗ്ലൂട്ടിനേഷൻ, ഫ്ലൂറസൻ ആൻഡ് എൻസൈം ലേബലിംഗ് എസ്സേ. ഇതുവഴി നമുക്ക് സീറോടൈപ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് ഈ സീറോടൈപ്പ് എന്ന് പറഞ്ഞില്ലല്ലോ. It is a group of microorganisms or virus based on the cell surface antigens. ഇപ്പൊ സീറോവർ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ്, അതായത് സെൽ സർഫസ് ആന്റിജൻസ് ഡിഫറെന്റ് ആയിരിക്കും ഒരു സ്പീഷീസിലുള്ള ഡിഫറെന്റ് സീറോവേഴ്സ്. സോ ദിസ് അലൗസ് ദ ഓർഗാനിസം ടു ബി ക്ലാസിഫൈഡ് അറ്റ് സബ് സ്പീഷീസ് ലെവൽ, ആൻ ഇഷ്യൂ ഓഫ് പർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ഇൻ എപ്പിഡെമിയോളജി. So the zerovers may be established based on the virulence factors, plasmids, phages. So the zerovers can be established based on the virulence factors, plasmids, phages or other characters which differentiate two members within the same species. Another important criteria എന്ന് പറയുന്നത് zerover number. The zerover number എന്ന് പറയുന്നത് is the number given to the bacterium and it helps in identification of the bacteria more easily. അപ്പോൾ ഇത് ഓരോ ബാക്ടീരിയക്ക് കൊടുക്കുന്ന ഒരു നമ്പർ ആണ് ബേസ്ഡ് ഓൺ ദർ സീറോടൈപ്പ് ക്യാരക്ടർ, സീറോവർ 1, സീറോവർ 2. അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഓർഗാനിസം യൂറിയ പ്ലാസ്മ യൂറിയാലൈറ്റിക്കം. ഇവിടെ ഈ യൂറിയ പ്ലാസ്മ യൂറിയാലൈറ്റിക്കം എന്ന് പറയുന്ന ഓർഗാനിസത്തിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻസ് വരുന്നുണ്ട്. അപ്പൊ അത് ഓരോ സീറോവറിലാണ്, സീറോവർ 1, 3, 6, 4. ദിസ് ആർ ഇൻവോൾവ് ഇൻ ബയോവാർ 1. അതായത് ബയോവാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് സീറോവേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബയോവാർ 2. അപ്പൊ അങ്ങനെ ഒരു സ്പീഷീസിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സ്ട്രെയിൻസും. അപ്പൊ അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ സീറോവർ, ബയോവർ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ അനദർ എക്സാമ്പിൾ ഈസ് 2 സീറോടൈപ്സ്. ഇത് രണ്ട് സീറോടൈപ്സ് ആണ്, 1A, 1B with antigens 2A and 2B on the surface. അപ്പൊ ഇവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കാരണം ഇവർ ഒരു സ്പീഷീസിലായിരിക്കും, പക്ഷെ 2 സ്ട്രെയിൻസ് ആയിരിക്കും. അപ്പൊ അതിന് കാരണം ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ സെൽ സർഫസ് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഓൺ ദ സർഫസ്. അപ്പൊ ഇതിന്റെ ബേസിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇത് രണ്ടും ഒരു സ്പീഷീസിലാണെങ്കിലും ഡിഫറെന്റ് സ്ട്രെയിൻസ് ആണ്. Then this is an example for slide agglutination test. Okay, slide agglutination test. അപ്പോൾ the slide agglutination ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് ആണ് ഈ കാണുന്നത്, ക്ലംപിംഗ് പോലെ കാണുന്നത്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ക്ലംപിംഗ് ഇല്ല, യൂണിഫോം സസ്പെൻഷൻ ആയിട്ട് തന്നെ കാണാം. Then advantages of serotyping. Most strains are typable and they have good reproducibility and ease of interpretation. So some have ease of performance. And also disadvantage എന്ന് പറയുന്നത് some agglutinable strains are untypable. അപ്പോൾ ചിലതിൽ ഓട്ടോ അഗ്ലൂട്ടിനേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻസ് ഉണ്ടാവും. അതായത് പ്രത്യേകിച്ച് ഓർഗാനിസം ഇല്ലെങ്കിലും ചില സ്ട്രെയിൻസ് ഓട്ടോ അഗ്ലൂട്ടിനബിൾ തന്നെ അഗ്ലൂട്ടിനേറ്റ് ചെയ്യുന്നത് ഉണ്ടാവാം. സോ ദേ ആർ കൺസിഡർഡ് ആസ് അൺടൈപ്പബിൾ. സം മെത്തേഡ്സ് ഓഫ് സീറോടൈപ്പിംഗ് ആർ ടെക്നിക്കലി ഡിമാൻഡിങ്. ചില മെത്തേഡ്സ് ഹൈ കോസ്റ്റ് ഉള്ളതൊക്കെ ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കാം. ദർ ഇസ് എ ഡിപ്പെൻഡൻസി ഓൺ ഗുഡ് ക്വാളിറ്റി റിയേജന്റ് ഫ്രം ദ കമേഴ്ഷ്യൽ സോഴ്സ്. പിന്നെ അതിൽ ആഡ് ചെയ്യുന്ന റിയേജൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റി റിയേജന്റ് ആഡ് ചെയ്താലേ നല്ല റിയാക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇൻ ഹൗസ് പ്രിപ്പറേഷൻ ഓഫ് റിയേജൻസ് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്. അപ്പം അധികവും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കമേഴ്ഷ്യൽ സോഴ്സസിനായിരിക്കും. സോ വി ഡിപ്പെൻഡ് അപ്പോൺ ദ കമേഴ്ഷ്യൽ സോഴ്സസ് ഫോർ ദ റിയേജൻസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓഫ് ഗുഡ് ക്വാളിറ്റി. Serotyping has poor discriminative power due to the large number of serotypes. പിന്നെ അതുപോലെ തന്നെ ക്രോസ് റിയാക്ഷൻ ഓഫ് ആന്റിജൻസ് ഓൾസോ occurs and some strains are untypable too. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വരുന്നത് ഫാജ് ടൈപ്പിംഗ്. ഫാജ് ടൈപ്പിംഗ് എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബാക്ടീരിയോഫാജസ്. അപ്പൊ എന്താണ് ബാക്ടീരിയോഫാജസ്? ദ വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ ആർ കോൾഡ് bacteriophagous. Some of this can infect a single strain of bacteria and it can be characterized by the pattern of resistance or susceptibility to a standard set of bacteriophages. അതായത് ബാക്ടീരിയോഫേജസിനോട് റെസിസ്റ്റൻസ് ആണോ സസെപ്റ്റബിൾ ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ടെസ്റ്റും ചെയ്യുന്നത്. ഇറ്റ് മെയിൻലി റിലൈസ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പെർട്ടിക്കുലർ റിസപ്റ്റേഴ്സ് ഓൺ ദ ബാക്ടീരിയൽ സർഫസ്. അതായത് പർട്ടിക്കുലർ റിസപ്റ്റേഴ്സ് ബാക്ടീരിയൽ സർഫസിൽ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ്. എന്ത് ടൈപ്പ് റിസപ്റ്റേഴ്സ് ആണ്? ദാറ്റ് ആർ യൂസ്ഡ് ബൈ ദ വൈറസ് ടു ബൈൻഡ് ഓൺ ദ ബാക്ടീരിയൽ വാൾ. ബാക്ടീരിയകളെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന റിസപ്റ്റേഴ്സ്, അതായത് ഈ വൈറസിന് ബാക്ടീരിയയിൽ കടക്കണമെങ്കിൽ ബാക്ടീരിയന്റെ പുറത്ത് റിസപ്റ്റേഴ്സ് ആവശ്യമാണ്. അപ്പൊ ആ ടൈപ്പ് റിസപ്റ്റേഴ്സിന്റെ ആബ്സെൻസും പ്രസൻസിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫാജ് ടൈപ്പിംഗ്. So this method is mainly used to type the isolates of Staphylococcus aureus and Salmonella species. So such strains are Such strains are referred as Faj types. Now, advantages of Faj typing. This technique has fair amount of reproducibility, discriminative power and ease of interpretation. Disadvantages എന്ന് പറയുമ്പോൾ this technique requires maintenance of biologically active phages and hence it is available only at reference centers. ഇത് സാധാരണ റെഫറൻസ് സെന്ററിൽ മാത്രം അവൈലബിൾ ആണ് ഈ ടെസ്റ്റ്. സാധാരണ എല്ലായിടത്തും കാണണമെന്നില്ല. അതുപോലെ തന്നെ ഈ ബയോളജിക്കലി ആക്റ്റീവ് ഫാജസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം ഓരോ ലബോറട്ടറിയിലും. ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഈവൻ ഫോർ ദ എക്സ്പീരിയൻസ്ഡ് വർക്കർ ദ ടെക്നിക് ഈസ് ഡിമാൻഡിങ് ആൻഡ് മെനി സ്ട്രെയിൻസ് ആർ നോൺ ടൈപ്പബിൾ. അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുക്കും റിസൾട്ട് വരാൻ. അതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. സോ ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ഫാജ് ടൈപ്പിംഗ്, എ കൾച്ചർ ഓഫ് ദ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ബൈ ബാക്ടീരിയോഫാജസ്. ഇതിൽ ഹോൾസ് കാണുന്നത് എന്താന്ന് വെച്ചാൽ ഏരിയാസ് where the bacteria have been killed by virus. The culture is 10 centimeter in diameter. ഇത് another picture of ഫാജ് ടൈപ്പിംഗ്. ഇതാണ് പ്ലാക്സ്, അതായത് ഫാജ് ഇൻഫെക്ട് ചെയ്ത ഏരിയയാണ് പ്ലാക്ക് ആയിട്ട് കാണുന്നത്. ലാസ്റ്റ് വൺ ഈസ് ബാക്ടീരിയോസിൻ ടൈപ്പിംഗ്.